CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ സമീപകാലത്ത് ഒരുപാട് വന്യമൃഗ ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്. കേന്ദ്രം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നിയന്ത്രണവും അതോടൊപ്പം തന്നെ ഈ പ്രശ്നപരിഹാരവും ഒക്കെ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണോ? എത്ര ബാലിശമായ, എത്ര സത്യവിരുദ്ധമായ വാദമാണത്. 1972 വന്യജീവി നിയമത്തിൻ്റെ നിർവഹണ ചുമതലയുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. മനുഷ്യരും വന്യജീവികളും തമ്മിൽ സംഘർഷമുണ്ടായാൽ സർക്കാർ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ്? സംശയം വേണ്ട, നിൽക്കേണ്ടത് മനുഷ്യരുടെ കൂടെയാണ്. 1972 വന്യജീവി നിയമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്നു, കാലോചിതമായ മാറ്റം. ആ മാറ്റം വരുത്തേണ്ടത് പാർലമെൻറ്റാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം കേന്ദ്ര സർക്കാർ? സംസ്ഥാനങ്ങളെ വിളിച്ചുകൂട്ടി സംസാരിക്കണം. അതോടൊപ്പം തന്നെ വന്യജീവി വിദഗ്ധന്മാരുണ്ട്, കാടിൻ്റെ ആവാസ വ്യവസ്ഥ അറിയുന്ന ആളുകളുണ്ട്. അവരെല്ലാവരെയും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ വിളിച്ചിരുത്തി അടിയന്തരമായി സംസാരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. സംസ്ഥാന സർക്കാരിന് അതിൻ്റെ പരിമിതമായിട്ടുള്ള അധികാരം ഉപയോഗപ്പെടുത്തി, അതിൻ്റെ പക്കലുള്ള വിഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നത്തിൻ്റെ വ്യാപ്തി അതിനേക്കാൾ വലുതാണ്. ആന ബുദ്ധിയുള്ള മൃഗമാണെന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ള മൃഗമാണത്. ചെറിയൊരു കിടങ്ങുണ്ടാക്കിയാൽ അത് 2 ദിവസം കൊണ്ട് മണ്ണിടിച്ചിടിച്ചിടിച്ച് നികത്തുക തന്നെ. നിസ്സാരമായി ആനയ്ക്ക് നികത്താനകത്ത വിധത്തിലുള്ള അത്ര ആഴത്തിലും അത്ര വ്യക്തതയിലും ഈ കിടങ്ങുണ്ടാക്കിയാൽ ആനക്കിടങ്ങിന് പദ്ധതിയിൽ ഫണ്ടില്ല, പക്ഷേ ജലസംഭരിക്കൽ പദ്ധതിയിൽ പണമുണ്ട്. അതുകൊണ്ട് ജലസംഭരണത്തിൻ്റെ പദ്ധതിയാക്കി അതിനെ കണ്ടുകൊണ്ട് ആനയെ ചെറുക്കുന്ന കിടങ്ങാക്കി അതിനെ ആഴത്തിലും വ്യാപ്തിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ആനയെ ഫലപ്രദമായി തടയുവാൻ കഴിയുമെന്ന് അനുഭവങ്ങൾ എന്നെ ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ആവർത്തിച്ചു വരുന്ന വന്യമൃഗ ശല്യം, ആ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം കയ്യിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ളത് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.